ഓക്കെ, ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. യു ആർ ഗിവൺ ദ ഫോളോവിങ് ഡാറ്റ ഫോർ ദി കമ്മിങ് ഇയർ ഓഫ് എ ഫാക്ടറി. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു ഫാക്ടറിയിലെ ബഡ്ജറ്റഡ് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 8000 യൂണിറ്റ്സ് ആണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 80,000 യൂണിറ്റ്സ് ആണ്. അതിന് വരുന്ന ഫിക്സഡ് എക്സ്പെൻസസ് 4 ലക്ഷം രൂപയാണ്. ഇനി വേരിയബിൾ എക്സ്പെൻസസ് പെർ യൂണിറ്റ് ആയിട്ട് വരുന്നത് 10 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 രൂപയാണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട് ഷോയിങ് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. നമ്മളടുത്ത് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാണണം, BEP കാണണം. അപ്പോൾ നമുക്ക് എന്താണ് BEPയുടെ ഇക്വേഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അവിടെ ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ് ടു ₹18 പെർ യൂണിറ്റ്. നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഓൾറെഡി ഉണ്ടായിരുന്നത് 20 ആയിരുന്നു. ഇനി അത് 18 റുപ്പീസായിട്ട് കുറയുകയാണെങ്കിൽ അപ്പോഴത്തേയും വാട്ട് വിൽ ബി ദി ന്യൂ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. പുതിയ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. സെല്ലിംഗ് പ്രൈസ് 20 രൂപയാണെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വരിക, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് 18 രൂപയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വരിക. ഇത് നമ്മളുടെ അടുത്ത് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 18 രൂപയുടെയും 20 രൂപയുടെയും ബ്രേക്ക് ഈവൻ പോയിൻറ്റ് നമുക്ക് ഓൾജിബ്രൈക്ക് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 4 ലക്ഷമാണെന്ന് തന്നിട്ടുണ്ട്. ഇനി കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? 20 മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. സെയിൽസ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 10 രൂപയാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 40,000 ആണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഇൻ യൂണിറ്റ്സ് വരുന്നത്. നമുക്കതിൽ ഇൻ സെയിൽസിലേക്ക് അല്ലെങ്കിൽ ഇൻ വാല്യൂയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സെല്ലിംഗ് പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് സെല്ലിംഗ് പ്രൈസ് 20 രൂപയാണെങ്കിലത്തെ കഥ നോക്കാം. അതാണ് 40,000 യൂണിറ്റ്സിന് 20 രൂപ വെച്ചിട്ട് 8 ലക്ഷമാണ് നമുക്ക് അവിടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വരുന്നത്. ഇനി സെയിൽസ് പ്രൈസ് 18 രൂപയാണെങ്കിൽ എങ്ങനെ വരിക? 40,000 യൂണിറ്റ്സ് 18 രൂപ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ 7,20,000 ആണ് നമുക്കവിടെ എന്തായിട്ട് വരുന്നത്? അതിൻ്റെ വാല്യൂ, ബ്രേക്ക് ഈവൻ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബ്രേക്ക് ഈവൻ ചാർട്ടിൽ വരച്ച് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യൂണിറ്റ്സ് എഴുതാം, പിന്നീട് വേരിയബിൾ എക്സ്പെൻസസ്, ഫിക്സഡ് എക്സ്പെൻസസ്, പിന്നെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണാം? വേരിയബിളും ഫിക്സഡും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഇനി സെയിൽസ് 20 രൂപയാണെങ്കിലത്തെ കഥ. ഇതിപ്പോൾ നമ്മളടുത്ത് 20ൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്താം. ഇതിപ്പോൾ നമ്മളടുത്ത് 18ൻ്റെയും കൂടി ചോദിച്ചിട്ടുള്ള കാരണം നമുക്ക് അതിനും കൂടിയിട്ട് ഒരു കോളം വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 80,000 യൂണിറ്റ്സ് വരെയാണ് നമുക്ക് വരുന്നത് അല്ലേ? നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് 80,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് 80,000 യൂണിറ്റ്സ് വരെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 0 മുതൽ 80,000 വരെ നമ്മൾ എഴുതി. അങ്ങനെയാണ് 0, 10,000, 20,000, 30,000, 40,000, ഒരു 10,000 ഡിഫറൻസിൽ നമ്മളുടെ യൂണിറ്റ്സുകൾ നമ്മൾ എഴുതി. അതിനുശേഷം നമുക്ക് എഴുതാനുള്ളത് വേരിയബിൾ എക്സ്പെൻസ് ആണ്. വേരിയബിൾ എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 രൂപയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കതിവിടെ സുഖമായിട്ട് എഴുതാം. കാരണം എന്താണ്? 0 × 10 0 ആണ്. 10,000 × 10 1 lakh, 20,000 × 10 2 lakh, 30,000 × 10 3 lakh. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് ആ യൂണിറ്റ്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. ഇനി അടുത്തത് ഫിക്സഡ് എക്സ്പെൻസ് ആണ്. ഫിക്സഡ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ലക്ഷം രൂപയാണെന്ന്. ഫിക്സഡ് എക്സ്പെൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ 0 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസ് 4 lakh തന്നെയാണ്. 10,000 ആണെങ്കിലും 4 lakh തന്നെയാണ്. 20,000 ആണെങ്കിലും 4 lakh തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് എക്സ്പെൻസ് ടോട്ടൽ ചെയ്ത് എഴുതി. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് എന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണുക? വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ 0 യൂണിറ്റ്സുമേ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്? 0 + 4 lakh 4 lakh ആണ്.
ഇനി 10,000 യൂണിറ്റ്സും എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്? 1 lakh പ്ലസ് 4 lakh 5 lakh. ഇനി 20,000 യൂണിറ്റ്സും എത്രയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്? 2 lakh പ്ലസ് 4 lakh 6 lakh. ഇനി 30,000 യൂണിറ്റ്സും എത്രയാണ് വരുന്നത്? 3 lakh പ്ലസ് 4 lakh 7 lakh. 40,000 യൂണിറ്റ്സും 4 lakh പ്ലസ് 4 lakh 8 lakh. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, വേരിയബിൾ എക്സ്പെൻസസും ഫിക്സഡ് എക്സ്പെൻസസും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത്? സെയിൽസ് ആണ് വേണ്ടത്. സെയിൽസ് 20 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 0 യൂണിറ്റ്സുമേ സെയിൽസ് ഒന്നും കിട്ടില്ല. ഇനി 10,000 യൂണിറ്റ്സുമേ 20 രൂപ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും? 2 ലക്ഷം രൂപ കിട്ടും. ഇനി 20,000 യൂണിറ്റ്സുമല്ലോ, 20,000 യൂണിറ്റ്സുമേ 20 രൂപ വെച്ചിട്ട് 4 ലക്ഷം കിട്ടും. 30,000 യൂണിറ്റ്സുമേ 20 രൂപ വെച്ചിട്ട് 6 ലക്ഷം കിട്ടും. 40,000 യൂണിറ്റ്സുമേ 20 രൂപ വെച്ചിട്ട് 40,000 × 20 8 lakh rupees നമുക്ക് കിട്ടും. 50,000 യൂണിറ്റ്സുമേ 20 രൂപ വെച്ചിട്ട് നമുക്ക് 10 lakh നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ നമുക്ക് സെയിൽസും കിട്ടി. അപ്പോൾ നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? ബ്രേക്ക് ഈവൻ പോയിൻ്റ് പ്രത്യേകത എന്താ? വേർ ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 8 ലക്ഷം, സെയിൽസ് വരുന്നത് 8 ലക്ഷം. അപ്പോൾ ഏതാ? ഈ ഒരു പോയിന്റിലാണ് അതെന്തായിട്ട് വരുന്നത്? ഈക്വലായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് നമ്മളുടെ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് വരുന്നത്? 40,000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി വാല്യൂ 8 lakh ആണ് വാല്യൂ ആയിട്ട് വരുന്നത് അല്ലേ. അതല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സിൽ 40,000 യൂണിറ്റ്സ് ഇൻ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 lakh അല്ലേ. അപ്പോൾ അത് കിട്ടിയില്ലേ. ഇത് ഏത് കഥയാണ്? 20 രൂപയ്ക്ക് സാധനം വിൽക്കുമ്പോഴത്തെ കഥയാണ്. ഇനി നമുക്ക് എന്ത് കാണണം? 18 രൂപയ്ക്ക് അവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഇൻ കേസ് ഇഫ് നമ്മളെ സെല്ലിംഗ് പ്രൈസ് 18 രൂപയായിട്ട് കുറയുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എത്രയാണ് എന്നുള്ളതും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 18 രൂപയാവുമ്പോൾ എങ്ങനെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ളത് കാണണം. 0 യൂണിറ്റ്സിൽ എന്താണ്? 0 സെയിൽസ് ആണ് നടക്കുക. 10,000 യൂണിറ്റ്സുമല്ലോ 10,000 × 18 അങ്ങനെയാണ് 1,80,000 കിട്ടിയിട്ടുള്ളത്. 20,000 യൂണിറ്റ്സുമല്ലോ 20,000 × 18 3,60,000. ഇനി 30,000 യൂണിറ്റ്സുമല്ലോ 30,000 × 18 5,40,000. ഇനി 40,000 യൂണിറ്റ്സുമല്ലോ 40,000 × 18 7,20,000. ഇനി 50,000 യൂണിറ്റ്സുമല്ലോ 50,000 × 18 9 lakh. അടുത്തത് 60,000 യൂണിറ്റ്സുമല്ലോ 60,000 × 18 അങ്ങനെ 10,80,000. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ 18 രൂപയ്ക്ക് സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിലത്തെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കണം എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആണ് അല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെ കാണുക? ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ സെയിൽസിൽ 18 രൂപയും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? 9 lakh വരുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും ഈക്വൽ ആകുന്നത് അല്ലേ. 9 lakh വരുമ്പോഴാണ്. അപ്പോൾ അവിടുത്തെ സെയിൽസ് BEP സെയിൽസ് വരുന്നത് 9 lakhും അതിൻ്റെ ഔട്ട്പുട്ട് എത്ര വരുന്നത്? 50,000 റുപ്പീസുമാണ് അല്ലേ. അപ്പോൾ 50,000 യൂണിറ്റ്സ് ആണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്. 9 lakh ആണ് ബ്രേക്ക് ഈവൻ സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വാല്യൂ എന്ന് പറയുന്നത്. ഏത് കേസിൽ? സെയിൽസ് 18 രൂപയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മളിത് എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രാഫിക്കലി വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് ഇത് എക്സ് ആക്സിസ്, അതുപോലെ തന്നെ വൈ ആക്സിസ്, അങ്ങനെ 2 സംഭവങ്ങളാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നമ്മളത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ സെയിൽസിന് യൂണിറ്റ്സ് ആണ് വരയ്ക്കുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെവിടെ കാണിക്കുന്നത്? വൈ ആക്സിസിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ്സിൻ്റെ അതായത് എക്സ് ആക്സിസ് നോക്കുക. യൂണിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80,000 യൂണിറ്റ്സ് വരെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ 0 10 10 20 എന്ന് എഴുതിയിട്ടുള്ളത് 10,000 20,000 ആണ്. ഇൻ 1000 ആണ് എന്നുള്ളത് അവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിലുള്ളത് 10,000 20,000 30,000 40,000 50,000 60,000 70,000 80,000. ഇതെന്താണ്? ഇൻ യൂണിറ്റ്സ് ആണ്. ഇനി നമ്മൾ
വൈ ആക്സിസിൽ കാണിക്കുന്നത് കോസ്റ്റുകളാണ് അല്ലേ. അപ്പോൾ മാക്സിമം കോസ്റ്റ് എത്ര വരെയാണ് വരുന്നത്? 60 ലാക്ക് വരെയാണ് മാക്സിമം കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാക്സിമം കോസ്റ്റ് സെയിൽസൊക്കെ വരുന്നത് 16 ലാക്ക് വരെയാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. 16 ലാക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2, 4, 6, 8, 10, 12, 14, 16 ആ രീതിയിൽ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ആദ്യം ചെയ്യാം. 0-ൽ 4 ലാക്കാണ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ്, 10-ലും 4 ലാക്ക് തന്നെയാണ്, 20-ലും 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് 20,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 4 ലാക്ക് തന്നെയാണ്, 30,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 4 ലാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് എന്തായിട്ട് വരും? സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരും. അടുത്തത് നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് 0 യൂണിറ്റ്സിൽ 0 ആണ് വരുന്നത്, 10,000 യൂണിറ്റ്സിൽ 1 ലാക്കാണ് വരുന്നത്, 20,000 യൂണിറ്റ്സിൽ 2 ലാക്കാണ് വരുന്നത്, 30,000 യൂണിറ്റ്സിൽ 3 ലാക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ കോസ്റ്റിനെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്തിനെ മാർക്ക് ചെയ്യേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് മാർക്ക് ചെയ്തു. നമുക്കിനി അടുത്തത് ടോട്ടൽ കോസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് ഇതുപോലെ നമ്മൾ നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് 0 യൂണിറ്റ്സുമേ 4 ലാക്ക്, 10,000 യൂണിറ്റ്സുമേ 5 ലാക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0 യൂണിറ്റ്സുമേ 4 ലാക്ക്, 10,000 യൂണിറ്റ്സുമേ 5 ലാക്ക്, 30,000 4 ലാക്ക്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റും മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ എല്ലാ കോസ്റ്റുകളും നമ്മൾ മാർക്ക് ചെയ്തു. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഇല്ലേ, ഇത് 3 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് എന്താണ്? സെയിൽസ് ആണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത്. സെയിൽസ് മാർക്ക് ചെയ്യുമ്പോൾ 2 സെയിൽസ് വരുന്നുണ്ട് ഇല്ലേ. 18 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലത്തെ കഥയുണ്ട്, 20 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലത്തെ കഥയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 20 രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? 20 രൂപയ്ക്കാണെങ്കിൽ 0 യൂണിറ്റ്സിൽ 0 ആണ് വരുന്നത്, 10,000 യൂണിറ്റ്സുമേ 2 ലാക്കാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? നമ്മളങ്ങനെ മാർക്ക് ചെയ്യുക. 0-ൽ 0, 10,000 2 ലാക്ക്, 20,000 4 ലാക്ക്, 30,000 6 ലാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽസും ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ, അതായത് ടോട്ടൽ കോസ്റ്റും സെയിൽസ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതാണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്? ബ്രേക്ക് ഈവൺ പോയിൻ്റ് ആയിട്ട് വരുന്നത്. വേർ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. അപ്പോൾ ആ പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ താഴത്തേക്ക് യൂണിറ്റ്സിലേക്കും കൊടുക്കുക, വൈ ആക്സിസ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റിലേക്കും വരും കേട്ടോ. അപ്പോൾ 8 ലക്ഷമാണ് BEP വാല്യൂ വരുന്നത്, 40,000 ആണ് BEP ഇൻ യൂണിറ്റ്സ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിൻറ്റിനെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് 20 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലത്തെ കഥയാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്തും കൂടി വേണം? 18 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലത്തെ കഥയും നമുക്ക് വേണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 18 രൂപ വരുന്ന സമയത്ത് എങ്ങനെയാണ് സെയിൽസ് വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എത്ര വരുന്നത്? 50,000 യൂണിറ്റ്സുമേ 9 ലാക്കാണ് നമ്മളുടെ വരുന്നത്. അതാണ് നമ്മളുടെ 18 രൂപ ഉണ്ടാവും, 18 രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളിതുപോലെ എന്ത് ചെയ്യണം? താഴത്തേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ്, ബ്രേക്ക് ഈവൻ ഇൻ പോയിൻറ്റ്സും ബ്രേക്ക് ഈവൻ ഇൻ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കേണ്ടത്.